അപ്പം ഞാനിക്ക രാത്രി വന്നതിന് മുമ്പായിട്ട് ഇക്കാക്ക് കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് കയറിയേക്കാണ് അടുക്കളയിൽ. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ പപ്പടം ഇല്ലേ, അത് വെച്ചിട്ടൊരു റെസിപ്പി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കുറേ യൂട്യൂബിൽ. അപ്പം അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. കാര്യം മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷെ പുള്ളി കഴിക്കത്തില്ലാത്ത കാരണം അപ്പോൾ ഇത് വെച്ച് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാമെന്ന് ഓർത്തു. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്നോർത്തുകൊണ്ട് അതിനുള്ള തിരക്കിലാണ്. അപ്പം അതിന് അവർ പറയുന്ന ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം കുറേ റെസിപ്പീസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനവരെടുക്കുന്നതെന്ന് പറയുന്നത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നാക്കി എടുക്കുകയാണ് ചെയ്തത് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടി വെച്ച് കൊടുത്തു. പിന്നെ ചട്ടി നല്ലോണം പുകഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്കും, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കും, പിന്നെ സവാള, തക്കാളി, അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് നല്ലോണം വഴണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കണ്ടേക്കുന്ന വീഡിയോസിൽ കൂടുതലും കണ്ടത് അവർ പെരുംജീരകത്തിൻ്റെ ഇങ്ങനെ പൊടി ചേർക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് അതിൻ്റെ ഫ്ലേവർ എന്തോ ഇഷ്ടമല്ല. അപ്പം ഞാനത് ചേർക്കുന്നില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക, എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രേവിയുടെ ഇതെന്നനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് വെള്ളം എടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പച്ചമുളകും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലോണം തിളച്ച് ഒരു ഗ്രേവി പരുവത്തിലായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ പപ്പടം വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇളക്കിയെടുത്താൽ മതി. പെട്ടെന്ന് റെഡിയാവുന്ന റെസിപ്പിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ടേസ്റ്റ് കൊണ്ടാണെങ്കിലും പിന്നെ പണി കൊണ്ടാണെങ്കിലും എളുപ്പമാണ്. ജസ്റ്റ് ആ സവാളയൊക്കെ നന്നാക്കി എടുക്കണേ ആ ഒരു ടൈം ഉണ്ടെന്നല്ലാതെ ഉണ്ടാക്കുന്നതിന് ഒരു ടൈം എടുക്കുന്നില്ല. 5 മിനിറ്റ് റെസിപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പെട്ടെന്ന് ആവണയാണ്.